ഇത് മക്കയാണ്, മണലിന്റെ നഗരി. പാരമ്പര്യത്തിൽ ഉറച്ച ഒരു സമൂഹമായിരുന്നു അവിടെ. പരിശുദ്ധ കൽബത്ത് ചുറ്റും അന്ന് ആരാധനാ വിഗ്രഹങ്ങളായിരുന്നു. ഓരോ ഗോത്രത്തിനും സ്വന്തം അഭിമാനം, ഓരോ വിശ്വാസത്തിനും സ്വന്തം വഴികൾ. ശക്തർ മുന്നിൽ, ദുർബലർ പിന്നിൽ. അതായിരുന്നു അന്നത്തെ രീതി. പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെടാത്ത കാലം. അവിടെയായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ ജന്മം കൊണ്ടത്. അവൻ മുന്നോട്ട് നടന്നു. പിന്നിലെ ശബ്ദങ്ങൾ ഇപ്പോൾ ദൂരമായി. അവന്റെ ഉള്ളിൽ തീരുമാനമുറച്ചിരുന്നു. ഈ പുതിയ സന്ദേശം നിർത്തണം. പക്ഷേ അവനറിയാതെ അവന്റെ ചുവടുകൾ അവനെ മാറ്റത്തിനരികിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അവൻ വേഗത്തിൽ കോപിക്കുന്നവൻ. അനീതിയെന്നവൻ കരുതിയാൽ അവന്റെ ശബ്ദം മിന്നലാകും. പക്ഷേ ആ കോപം അഹങ്കാരത്തിൽ നിന്നല്ല, അവൻ വിശ്വസിച്ച നീതിയിൽ നിന്നാണ്. ശക്തൻ തെറ്റിയാൽ അവൻ മൗനമായിരിക്കില്ല. ദുർബലൻ പീഡിപ്പിക്കപ്പെട്ടാൽ അവൻ പിന്നോട്ടില്ല. കർശന സ്വഭാവം, പക്ഷേ വിധിയിൽ സമത്വം. വാക്കുകൾ ഏറ്റുമുട്ടി. അഭിപ്രായങ്ങൾ പൊട്ടിത്തെറിച്ചു. ഒരു പുതിയ സന്ദേശം, ഒരു പുതിയ വിശ്വാസം അവരുടെ ഗോത്രത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നു. അവൻ മുന്നോട്ട് വന്നു. ശബ്ദമുയർന്നില്ല, പക്ഷേ ഉറപ്പ് കഠിനമായി. ഇതവസാനിപ്പിക്കണം. ആ നിമിഷം കോപം മാത്രം സംസാരിച്ചില്ല. വിശ്വാസത്തോടുള്ള ഭയം, അധികാരത്തോടുള്ള ആശങ്ക, പാരമ്പര്യത്തോടുള്ള ആസക്തി എല്ലാം ചേർന്ന് ഒരൊറ്റ തീരുമാനമായി രൂപപ്പെട്ടു. അങ്ങനെ അന്ധകാരത്തിൽ നിന്ന് നീതിയിലേക്ക് ആ മനുഷ്യൻ യാത്ര തുടങ്ങി. ആ തീരുമാനം ഒരു പരിവർത്തനമായി മാറി. ഒരു കഠിനഹൃദയത്തിൽ നിന്നുയർന്ന കരുണയുടെ പ്രകാശം ആ മണലാരണ്യത്തെ പ്രകാശപൂരിതമാക്കി. ഉമറിന്റെ ഉള്ളിൽ തീപിടിച്ചിരുന്ന കോപം ശമിച്ചു. പക്ഷെ അതിനു പകരം ഒരു ഉറച്ച സമാധാനം കൈവന്നു. താനിനി പഴയ ഉമറല്ല, ഒരു പുതിയ സത്യത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഒരു കഠിനഹൃദയത്തിൽ നിന്നുയർന്ന കരുണയുടെ പ്രകാശം ആ മണലാരണ്യത്തെ പ്രകാശപൂരിതമാക്കി.